ഡൽഹിയിൽ സർവേകൾ പുറത്തു വന്നു. എല്ലാ സർവേകളും പറയുന്നത് BJP മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടായല്ലോ. ആ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണോ ഇപ്പോൾ BJP മുന്നോട്ട് പോകുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഡൽഹിയിലെ ആളുകൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡൽഹിയിലാണ് ചിലപ്പോൾ കോൺഗ്രസ് ഒന്നോ രണ്ടോ സീറ്റുകൾ പിടിക്കാൻ സാധ്യത. അത് സംഭവിച്ചിട്ടില്ല. പിന്നെ ലോക്സഭാ ഇലക്ഷനിൽ BJP തിരിച്ചടി ഉണ്ടായത് UP യിലും മഹാരാഷ്ട്രയിലുമാണ്. ആ തിരിച്ചടി എന്താണെന്ന് വളരെ വ്യക്തമാണ്. RSS പണി കൊടുത്തതാണ്. അങ്ങനെ മോഡിക്ക് അമിത്ഷായ്ക്ക് ഇടയ്ക്ക് RSSനെക്കാളും വലുതായെന്ന് തോന്നി. അത് മനുഷ്യന്മാർക്കൊക്കെ സംഭവിക്കുന്നതാണ്. ഒരു ഘട്ടത്തുമ്പോൾ ചുറ്റുപാടുന്ന ആളുകൾ എന്നുകൊണ്ട് ജി 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 എന്ന് വിളിക്കുമ്പോൾ ആളുകൾ RSSകാർ അങ്ങനെ ഈ ആളുകളെ ജി വിളിക്കാൻ നിന്ന് കൊടുക്കാറുണ്ട്. മോഹൻ ഭഗവത് അത് ചെയ്തത്. പിന്നെ ഇവരൊക്കെ സെയിം ഏജുമാണ്. ഇപ്പോൾ സുദർശൻ അല്ലെങ്കിൽ രാജു പയ്യക്ക എന്ന ഇവരൊക്കെ സീനിയറാണ്. ഇവരൊക്കെ സെയിം ഏജുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് പക്ഷേ അതുകൊണ്ട് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾക്ക്, കെട്ടിയിറക്കിയ ഫീൽ വന്ന സ്ഥാനാർത്ഥികൾക്ക് ഇന്ത്യയിലുടനീളം പണി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി കൊടുത്തത് UP യിലും ബീഹാറിലുമാണ്. അത് BJP തിരിച്ചറിഞ്ഞെന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം കൂടി BJP തിരിച്ചറിഞ്ഞു. ഭരണഘടനയൊന്നും വിട്ട് കളിക്കാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ടാണ് മോഡി ഇത്തവണ ഭരണഘടന മുന്നിൽ വെച്ചാണ് അധികാരം ഏറ്റെടുത്ത സമയത്ത് ഒരു എല്ലാ വേദികളും പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല ശബ്ദത്തിലെല്ലാം തന്നെ ഒരു മയം വന്നിട്ടുണ്ട്. മുമ്പതായിരുന്നില്ല. അപ്പം പാഠം പഠിച്ചുകൊണ്ട് ശരിയാണ്. പലതവണ RSS പഠിക്കിയ കാര്യം നടക്കില്ല. പിന്നെ ഇന്ത്യ ഫാസ്റ്റായിട്ട് ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. ആ രണ്ട് പാഠം പഠിച്ചു എന്നുള്ളതാണ്. അപ്പം ആ പാഠം പഠിച്ചതിൻ്റെ ഒരു ഗുണം കാണാനുണ്ടാവും. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഹരിയാനയായിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി അദ്ദേഹം കൂടെ വിചാരിച്ച് താനാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലുള്ള അദ്ദേഹം മുന്നോട്ട് ചലിക്കുക തന്നെ ചെയ്തു. അപ്പോഴാണ് ആ സമയത്ത് ഈ RSS ആണ് ഈ ഇലക്ഷൻ നിയന്ത്രിക്കുന്നതെന്ന വിവരങ്ങൾ വന്നു. അതിൻ്റെ ബലം നാം അറിഞ്ഞു. വലിയ വിജയം. പിന്നീട് മഹാരാഷ്ട്രയിലും പറയുന്നത് കേട്ടു RSS ആണ് ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അവിടെയും വലിയ ചരിത്ര വിജയമുണ്ടായി. ഇപ്പോൾ ഡൽഹിയിലും നാം അത് കേട്ടു. RSS ആണ് ഇതിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കണ്ടു. പിന്നീട് ഡൽഹിയിലെ ചേരി പ്രദേശങ്ങളിൽ AAPക്ക് വലിയ സ്വാധീനമുള്ള ചേരി പ്രദേശങ്ങളിൽ RSS ഇറങ്ങി പ്രവർത്തിക്കുന്നു എന്ന വാർത്തകൾ വന്നു. അതിൻ്റെ എല്ലാം ഒരു വിജയമായിരിക്കുമോ ഈ സർവേകളിൽ പ്രതിഫലിക്കുന്നത്? സർവേകൾ ശരിയാണെങ്കിൽ അതും കൂടി ആയിരിക്കും. പക്ഷേ അത് റിസൾട്ട് വരട്ടെ. RSS ഇവിടെയും തിരുവനന്തപുരത്ത് RSS പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ വേണ്ടതും പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ പ്രശ്നം അരവിന്ദ് കെജ്രിവാൾ RSSന്റെ കൂടി കുട്ടിയാണ്. മോഡി മൂത്ത മോനാണ്, ഇങ്ങനെ ഇളയ മോനാണ്. ഇടയ്ക്ക് കുറ്റൊക്കെ പറയുമെങ്കിൽ പോലും അങ്ങനെ മോഡീനെക്കാട്ടും കൂടുതൽ ചിലപ്പോൾ RSSന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ പറയുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. പിന്നെ അഴിമതി ആരോപണം, രാഷ്ട്രീയത്തിലുള്ള ആളുകൾക്കെതിരെ അഴിമതി ആരോപണമൊക്കെ വരും. അത് കോടതി തെളിഞ്ഞാലല്ലേ, അത് വരട്ടെ, നമ്മൾ നോക്കാം. അപ്പം RSSന് ഒരുപാട് കൺസിഡറേഷൻസ് ഉണ്ട്. രാജ്യത്തിന് ഗുണകരമാണോ, ഹിന്ദു സമുദായത്തിന് ഗുണകരമാണോ, അതൊക്കെ അവർ നോക്കും. ഇയാളാണ് ബെറ്റർ, അയാളാണ് ബെറ്റർ, അതൊക്കെ നോക്കി അവർ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമായി വന്നാൽ അതിൽ RSS ഇല്ലാതെ BJP 0 ആണ്. ഇപ്പോൾ കേരളത്തിൽ അല്ല, ഇപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയം കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് RSS എന്ന ഒരു സംഘടനയിൽ ചുരുങ്ങിയിരിക്കുകയാണോ? അല്ല, അവരൊരു എന്താ പറയുക, ഇല്ലുമിനാറ്റി പോലുള്ള ഗ്രൂപ്പാണ്. കേരളത്തിന് മാത്രമാണ് ഇപ്പം പ്രശ്നം. കേരളത്തിൽ നീ പ്രചാരകനാവും ഇല്ലല്ലോ, ഒന്നോ രണ്ടോ പിള്ളേരേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ കന്യാസികളെ കിട്ടാനില്ല, പള്ളിയിൽ അച്ഛന്മാരെ കിട്ടാനില്ല, പ്രചാരകന്മാരെ കിട്ടുന്നുണ്ട്. എന്നോട് കഴിഞ്ഞ സാറെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രചാരകൻ 52 വയസ്സാണ് ഞാൻ കേട്ടെടുത്തോളം. ശരിയാണ്. അപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇഷ്ടപ്പെടും പ്രചാരന്മാർക്ക് ജീവിതത്തിൽ വേറെ ലക്ഷ്യമൊന്നുമില്ല. ഇവർ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അപ്പം ലോകത്തിൻ്റെ മുക്കിലും മൂലം എല്ലാം വിവരം കിട്ടും. പിന്നെ RSSനോട് ആഭിമുഖ്യമുള്ള ഒരുപാട് ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. അപ്പോൾ അവർക്ക് RSS ശരിയാണ് എന്ന് കരുതുന്ന ആളുകൾ, RSS ആവശ്യമുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ RSS ഇൻഫർമേഷൻ ഒരുപക്ഷെ മൊസാദിനെക്കാട്ടും ശക്തമാണ് RSSന്റെ ഇൻ്റലിജൻസ് ഗ്യാതറിങ്. ലോകത്ത് എല്ലായിടത്തും ഇന്ത്യക്കാരുണ്ടല്ലോ, അവിടെ നിന്നെല്ലാം തന്നെ RSSന് ആ ഒരു തരത്തിലുള്ള വിവരം കിട്ടുന്നുണ്ട്. പിന്നെ അത് പാകം വന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ കോൺഗ്രസ് പാകം വന്ന കോൺഗ്രസ് ഇങ്ങനെ ഒരു ശിഥിലമായി പോയ ഒരു ഓർഗനൈസേഷൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് വെച്ചാൽ അവർക്ക് മുമ്പത്തെ ശക്തിയില്ല. RSS ഓരോ ദിവസം കൂടുമ്പോൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പതുക്കെയാണ്. മറ്റേ പെട്ടെന്ന് വളർന്നു പെട്ടെന്ന് പോയി. ഇതിന് പതുക്കെ വളരുന്നൊരു സാധനമാണ്. പതുക്കെ വളർന്ന് പെട്ടെന്ന് ശക്തിപ്പെടും. അവരുടെ മാത്രമല്ല അന്നോട്ട് ഇന്ന് വരെ അവരുടെ ആ ഓർഗനൈസേഷൻ സെറ്റപ്പിൽ ഒരു മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പവർ ഉണ്ടത്. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കുറച്ച് അല്പസമയം സൂചിപ്പിച്ചത് കൊണ്ട് എന്തായിരിക്കും മോദിയും RSSും തമ്മിലുള്ള ഒരു ഒരു യുദ്ധത്തിന് കാരണം, ചെറിയ പ്രശ്നത്തിന് കാരണം? ഇതാണ് ചില പ്രശ്നം. ഇനി RSSന് ആവശ്യമില്ല എന്നൊക്കെ രീതിയിലുള്ള നദ്ദയുടെ പിന്നെ പലപ്പോഴും മോഡി പലപ്പോഴും മോഹൻ ഭഗവത്തിനെ ഒരു ധിക്കരിക്കുന്നു എന്നുള്ള ഫീൽ.
മോഹൻ ഭഗവത്തും മോഡി എന്നുള്ളതല്ല. ആർഎസ്എസിന്റെ സത്സംഗശാലയ്ക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം ആർഎസ്എസിനെ സംബന്ധിച്ച് ടോപ്പാണ്. അതാണ് ലാസ്റ്റ് വേർഡ്. അത് പലപ്പോഴും ഈ പറയുന്ന ഹൈപ്പിന്റെ പുറത്ത് ഞാൻ കേട്ട മോഡി അമിത്ഷായും അവരുടെ ബിസിനസ്സുകാരെപ്പോഴും എങ്ങനെയാണ് കച്ചവടക്കാർ, അവരാളുകളെ സ്വാധീനിക്കും. ഗുജറാത്തികൾ മാത്രമല്ല, അല്ലെങ്കിൽ അവർ ആളുകളെ സ്വാധീനിക്കാനൊരു പ്രത്യേക കഴിവുണ്ടാവും. അപ്പോൾ അവരും കൂടിയിട്ട് കാര്യങ്ങൾ നടത്തിക്കളയാന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ആർഎസ്എസ് വിചാരിച്ച പോലെ അല്ല ചില സാമ്പത്തിക നയങ്ങളും ഒന്നും വന്നത്. ആ മാത്രമല്ല പലപ്പോഴും ഇവരെ ഡിസ്കാർഡ് ചെയ്യുന്ന പോലെയൊക്കെ ഫീലൊക്കെ വന്നു. അത് ആർഎസ്എസ് ഒന്നും മിണ്ടിയില്ല, പക്ഷെ താഴെ തട്ടില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെട്ടു. അത് കേരളത്തിൽ വരെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പല സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ ഈ പ്രശ്നം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ അതാണ് കാര്യം. അത് മോഡി മനസ്സിലാക്കിയെന്നുള്ളതാണ്. അപ്പം മോഡിക്കല്ലല്ലോ ആളുകൾ വോട്ട് ചെയ്യുന്നത്. മോഡിക്ക് ഒരു 5% വോട്ട് ഒരു ആർഎസ്എസോ കോൺഗ്രസോ എന്ന് സ്വയം സംശയിച്ചിരിക്കുന്ന ആളുകൾ വയ്യും, അത്രയേ ഉള്ളൂ. ബാക്കി കിട്ടുന്ന വോട്ട് BJPയുടെ വോട്ടാണ്. മോഡിക്ക് 10% കൂട്ടിക്കും, ബാക്കി BJPയുടെ വോട്ടാണ്. BJPയുടെ വോട്ടൊക്കെ RSS ഓറിയന്റഡായ വോട്ടാണ്. അത് RSSന് സ്വാധീനിക്കാൻ പറ്റും. ഇതിനു മുമ്പ് അവിടെ BJP അധികാരത്തിൽ വന്നത് 90കളിലാണ്. അപ്പോൾ 90കൾക്ക് ശേഷം ഇത്രയും കാലം കഴിഞ്ഞാണ് BJP ഒരു സർവേ ബലത്തില്ലെങ്കിലും അതിന് പുറത്തു വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ അവിടെ ഉണ്ടോ, ഡൽഹിയിലുണ്ടോ? കാരണം ആം ആദ്മി പാർട്ടി വലിയ രീതിയിൽ സൗജന്യങ്ങളും ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ ഇലക്ട്രിസിറ്റി, യാത്രാ സൗകര്യങ്ങൾ സൗജന്യം, ആശുപത്രികൾ പല ചികിത്സകളും സൗജന്യം അങ്ങനെ നൽകിയിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും ഈ സർവേകളിൽ BJP മുന്നിലെത്തുന്നത്? അല്ലെ, അത് ബജറ്റ് മുന്നിലെത്തുകയാണെങ്കിൽ അത് ബജറ്റ് കൊണ്ടായിരിക്കും. അതുവരെയുള്ള ബജറ്റിന് മുമ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ അരവിന്ദ് കെജ്രിവാൾ കൂളായിട്ട് ചെയ്യും. കാരണം അങ്ങനെ ഡെലിവർ ചെയ്ത ഒരാളാണ്. നിനക്കൊരാൾ ഡെലിവർ ചെയ്യുന്നത് വേറെ ചില ആളുകൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകും. നീ ആരെ കൂടെ നിനക്കൊരാൾ വീട്ടിൽ അത് മിഡിൽ ക്ലാസ്സിനെ ബാധിക്കുന്നത് ആ ബഡ്ജറ്റ് കൊണ്ട്. പക്ഷേ ഈ ചേരി പ്രദേശങ്ങളിലെ രണ്ട് കാര്യമുണ്ട്. ഈ ബജറ്റിൽ ഈ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഗുണകരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്നാത്തല്ല മിഡിൽ ക്ലാസ് വലിയ ആശ്വാസമാണ്. നീ വിചാരിക്കുന്ന പറയുന്നില്ല. ഡൽഹിയിൽ എന്ന് വെച്ചാൽ നിന്നെപ്പോലെ ആകെ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവിടെ ജീവിത ചിലവ് കൂടുതലാണ്. അപ്പോൾ അതിന് നല്ല പങ്ക് ടാക്സ് പോയി. ടാക്സ് സംരക്ഷണം കിട്ടുമ്പോൾ വെച്ചാൽ അത് വോട്ട് ചെയ്യാൻ പോകാത്തവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസമാണത്. അപ്പോൾ അവർ വോട്ട് ചെയ്യാൻ പോയി. അവർ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചേരി പ്രദേശത്തെ വോട്ടിനെ മറികടക്കാനുള്ള വോട്ട് കിട്ടും. ഒന്ന്. രണ്ടാമത്തെ ചേരി പ്രദേശത്തെ ആളുകൾ ചിലപ്പോൾ അത് ചിന്തിക്കാം. കാരണം ഡബിൾ എഞ്ചിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം ഇവിടെ ഓൾറെഡി ബജറ്റ് കുറച്ച് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അത് ഡെലിവർ ചെയ്യും. അരവിന്ദ് കെജ്രിവാൾ ഡെലിവർ ചെയ്യുന്നത് കൂടുതൽ കാര്യക്ഷമമായി എന്ന് അവർ ചിന്തിച്ചാൽ ചെയ്യാം. പക്ഷേ അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു അവ്യക്തതയുണ്ട് അതിൽ. കാരണം ബജറ്റ് മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് മുന്നിലുള്ള തടസ്സം. RSS അങ്ങനെ എനിക്ക് തോന്നുന്നില്ല RSS അങ്ങനെ ചത്ത് പണിയെടുക്കണം. ഡൽഹി ചത്ത് പിടിച്ചെടുക്കേണ്ട ആവശ്യം RSSന് ഇല്ല. UP ഒക്കെ ആണെങ്കിൽ ശരി, ഡൽഹി ചത്ത് പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുമ്പോൾ BJP ഭരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ കാര്യം നടക്കും RSSനെ സംബന്ധിച്ചുള്ളത്. അപ്പോൾ അതുകൊണ്ട് കാരണം BJP രാമൻ എന്ന് പറയുമ്പോൾ അവിടെ ഹനുമാനാണ്. ഹനുമാൻ മാത്രമേ ലക്ഷ്മി പോയിന്റ്സിൽ ലക്ഷ്മീനെ അടിക്കണം. ഇത് അവസാനം മോഡിയാണ് പ്രചാരകൻ, അരവിന്ദ് കെജ്രിവാളാണോ പ്രചാരകൻ എന്ന് ആളുകൾ സംശയിക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇയാളൊരു ഗുണമെന്ന് വെച്ചാൽ അയാൾക്ക് RSSന് സപ്പോർട്ടുണ്ട്, മുസ്ലിങ്ങളെ സപ്പോർട്ടുണ്ട്. BJP അല്ലാത്ത ഡെലിവർ ചെയ്യുന്ന ആളായതുകൊണ്ട് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മുസ്ലിംസിന് ഒരുപാട് ഗുണവും കിട്ടിയിട്ടുണ്ട് ഇയാൾക്ക്. RSS സ്വന്തം ബോയിയാണ്. മാത്രമല്ല BJPക്കാർ പൊതുവെ മിഡിൽ ക്ലാസ് പ്രചാരകന്മാരൊക്കെ പോകുന്നുണ്ട്. ഡൽഹിയിൽ എനിക്കറിയാം. അവർക്ക് ഈ ചേരിയിലൊക്കെ പോയ രാഷ്ട്രീയക്കാർക്ക് കോൺഗ്രസ്സുകാർക്ക് BJPക്കാർക്ക് ഭയങ്കര മടിയാണ്. ആം ആദ്മി പാർട്ടിക്കാർ അങ്ങനെയല്ല, അവർ ഗാന്ധിനെ പോലെ ഇറങ്ങും. അപ്പം ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് RSS ചിലപ്പം അത് നമുക്ക് അറിയാൻ വയ്യ. റിസൾട്ട് വന്നതിന് ശേഷമാണ് RSSന്റെ പ്രവർത്തനം നമുക്ക് കൃത്യമായി വിലയിരുത്താൻ പറ്റുള്ളൂ. RSS അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ അനുകൂലമാണെന്ന് വിചാരിക്കേണ്ട. കാരണം RSSന് ഒരു പക്ഷേ ഡൽഹിയിൽ മോഡിനെക്കാട്ടും ചിലപ്പോൾ ഭയങ്കര അരവിന്ദ് കെജ്രിവാളായിരിക്കും. അത് റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. ഇനി മുൻപിലുള്ള ഇലക്ഷൻ ബീഹാറിലാണ്. നിതീഷ് കുമാറിന് വേണ്ടി ഇത്തരത്തിൽ RSS ഇറങ്ങാനുള്ള സാധ്യത. ബീഹാർ നന്നായ വലിയ സീറ്റാണ്. മാത്രമല്ല ഇന്ത്യനെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്ന ഈ കാസ്റ്റ് എലിമെന്റ്സ് ഏറ്റവും കൂടുതൽ കളി കളിക്കുന്നത് ബീഹാറിലാണ്. അതുകൊണ്ട് അവിടെ ഒരു ഹിന്ദുത്വ ഫോൾട്ട് ശക്തമാക്കുന്ന RSSന്റെ ലക്ഷ്യമാണ്. അവിടെ BJP കിട്ടുന്ന വോട്ട് RSSന്റെ വോട്ടല്ല, മോഡിക്ക് കിട്ടുന്ന വോട്ടൊന്നുമില്ല. മോഡിക്ക് ഒരു 5-10% കൂട്ടിക്കും. RSS ഈ ഉത്തരേന്ത്യയിലെല്ലാം അതിശക്തമായ നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ട് അവരെ വോട്ടാണ്. ഹരിയാനയിൽ അത് സംഭവിച്ചത്. ആ വോട്ടിന് അവർക്ക് റിമോട്ട് കൺട്രോൾ പോലെ നാഗ്പൂരിൽ നിയന്ത്രിക്കാൻ പറ്റും. ഇവിടെ മണ്ഡലം രാഷ്ട്രീയക്കാർക്ക് അറിയാത്തതുകൊണ്ട് ഈ കോൺഗ്രസ് ഇത്രയും ജയിച്ചത് എന്തുകൊണ്ടാണ്? RSSന്റെ സപ്പോർട്ട് ഉണ്ടാണ്. ഒരു കാലത്തിന് ശേഷം 80കൾക്ക് ശേഷം RSSന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതെന്താ സംഭവിച്ചത്? കോൺഗ്രസ് വിട്ടുകളി തുടങ്ങി. മാത്രമല്ല ഈ പറയുന്നതിന് നിങ്ങൾ ഇന്നലെ തെലുങ്കാനയെ കണ്ട പോലുള്ള കാര്യങ്ങളൊക്കെ RSS നോട്ട് ചെയ്തു. മാത്രമല്ല RSSനെ തന്നെ പിന്നീട് ഭീകര സംഘടനയാക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടിയിട്ടാണ് RSS ബ്ലോക്കായി തിരിയുന്നത്. ആദ്യം വാജ്പേയിനെ കൊണ്ടുവന്ന് മുന്നറിയിപ്പ് കൊടുത്തു, പിന്നെയും കോൺഗ്രസിന് അവസരം കൊടുത്തു. കാരണം കോൺഗ്രസ് ഭരിക്കാൻ സുഖമുള്ള, കൺട്രോൾ ചെയ്യാൻ സുഖമുള്ള പാർട്ടിയാണ്. പക്ഷേ
കോൺഗ്രസിൻ്റെ കളി കൂടി വന്നിട്ട് അവസാനം RSS എന്നുള്ള പ്രധാനപ്പെട്ട ഫാക്ടറിനെ അവർ ഡിസ്കാർഡ് ചെയ്തു. വലിയ രീതിയിൽ വോട്ട് കിട്ടിക്കൊണ്ടിരുന്നത് ആ ഡിസ്കാർഡ് ചെയ്ത് പിന്നെ RSSന് തന്നെ വില്ലനാക്കാൻ നോക്കി ചിദംബരത്തിൻ്റെ സമയത്ത്. അതോടുകൂടിയിട്ടാണ് RSS മോഡിനെ പ്രൊജക്റ്റ് ചെയ്തത്. ഇതിന് മോഡിൻ്റെ പിന്നിൽ അങ്ങ് നിന്നു. അവർക്ക് പലപ്പോഴും മോഡിയായിട്ട് മോൻജി ഭഗത്തിനൊക്കെ ഭയങ്കര എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വ്യക്തിപരമായി. പക്ഷേ അങ്ങ് നിന്നു. പിന്നെ കാണുന്ന കോൺഗ്രസ് ഇല്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ തകർച്ചയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് വെച്ചാൽ RSS സ്റ്റോൺസ് എനിമിയായി മാറി എന്നുള്ളത്. ഇതിവിടെ പല മണ്ടന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.